ഇനി നമുക്ക് സംസ്ഥാനത്തെ മറ്റൊരു നേട്ടത്തിലേക്കാണ് പോകേണ്ടത്. സംസ്ഥാനം കൈവരിച്ചിരിക്കുന്ന വലിയൊരു അഭിമാന നേട്ടം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വൻ വികസനത്തിന് വഴിയൊരുക്കുന്ന സീപ്ലെയിൻ സർവീസുമായി സംസ്ഥാന സർക്കാർ. നാളെ രാവിലെ 10:30 കൊച്ചി ബോൾഗാട്ടിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി മാട്ടുപ്പെട്ടിയിലേക്കാണ് പരീക്ഷണ യാത്ര. ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന് കീഴിലുള്ള സീപ്ലെയിൻ സർവീസാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. കേരളത്തിലെ വിമാനത്താവളങ്ങളും ജലാശയങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ബാരേജിൽ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആംഫിബിയസ് എയർക്രാഫ്റ്റാണ് കൊച്ചിയിലെത്തുന്നത്. 9 പേരെ വഹിക്കാവുന്ന മാലദ്വീപിൽ ഉപയോഗിക്കുന്നതിന് സമാനമായ വിമാനമാണിത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മൈസൂരിലെത്തിയ ശേഷം ഞായറാഴ്ച കൊച്ചി ബോൾഗാട്ടി മറീനയിൽ വിമാനം ലാൻഡ് ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 10:30 കൊച്ചി ബോൾഗാട്ടിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി മാട്ടുപ്പെട്ടിയിലേക്കാണ് പരീക്ഷണയാത്ര. സീപ്ലെയിൻ പദ്ധതി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ പറഞ്ഞു. കേരളത്തിലെ ടൂറിസം രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും എന്നുള്ളതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് കാലിക്കറ്റ് കോഴിക്കോട്ട് പോയിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. കണ്ണൂർ വന്നിട്ട് അന്നത്തെ ദിവസം പോകാൻ പറ്റുന്നത്. പക്ഷേ രാവിലെ ഡൽഹി പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം, ബോംബെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം, ബാംഗ്ലൂരിൽ പോയിട്ട് വരണം. അപ്പം നമ്മുടെ 4 പ്രധാനപ്പെട്ട എയർപോർട്ടിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫിബിയൻ വിമാനങ്ങളാണ് സീപ്ലെയിനുകൾ. വലിയ ജനാലകളുള്ളതിനാൽ കാഴ്ചകൾ നന്നായി കാണാനാകും. മൂന്നാറിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും ആകാശ കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരം യാത്രികർക്ക് മികച്ച അനുഭവമായിരിക്കും സമ്മാനിക്കുക. എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്നതിനുള്ള വലിയ ചെലവ് ഒഴിവാകുന്നുവെന്നതും ജലവിമാനങ്ങളുടെ ആകർഷണീയതയാണ്. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി, പാലക്കാട്ടെ മലമ്പുഴ, ആലപ്പുഴയിലെ വേമ്പനാട്ടുകായൽ, കൊല്ലം അഷ്ടമുടിക്കായൽ, കാസർകോട്ടെ ചന്ദ്രഗിരിപ്പുഴ, തിരുവനന്തപുരത്ത് കോവളം തുടങ്ങി കേരളത്തിലെ പ്രമുഖ ജലാശയങ്ങളെയും വിവിധ വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തി സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.